കേരളയിൽ സമരകാലത്ത് ഇപ്പൊ ഗോവിന്ദൻ ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന അതിനാണ്. അപ്പം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു എല്ലാവരും കണ്ടതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ വിടുന്നത്. അദ്ദേഹം പറഞ്ഞത് ശുദ്ധ അസംബന്ധവും ആണ്. കാരണം തൃത്താലയിൽ നിന്ന് ഷൊർണൂർ കൊണ്ടുവന്ന അപ്പം കൊച്ചിയിൽ വിറ്റ് തിരിച്ചു പോവാന്നൊക്കെ പറയണ എന്തൊരു അതിന്റെ എത്ര ലക്ഷം അപ്പം ഉണ്ടെങ്കിലാണ് ആ ചാർജ് മുതലാവുക എന്നുള്ളത് ആലോചിക്കണം. ലാഭം എത്ര രൂപ കൊടുക്കണം? ഈ ഷൊർണൂർ അതിന് സ്റ്റേഷനില്ല. ഞാൻ പറഞ്ഞ് സാങ്കേതികമായും അതിൻ്റെ ആശയപരമായി തെറ്റാണ്. നാട്ടിലെ പാവപ്പെട്ടവർക്ക് അപ്പം കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കേരയിൽ ഉണ്ടാവുക എന്നത് അസംഭാവ്യമാണ്, അസംബന്ധവുമാണ്. ഇത് അദ്ദേഹത്തിന് ഒരു മടിയുമില്ലാതെ പറയാൻ കഴിയും. ഇതിനെ ന്യായീകരിക്കുന്ന കുറെ വലിയ ന്യായീകരണ തൊഴിലാളികൾ, അദ്ദേഹത്തിന്റെ മകൻ ന്യായീകരിച്ചോ എന്ന് എനിക്കറിയില്ല. സാമാന്യ ബുദ്ധിയില്ലാത്ത കുറെ ആളുകൾ അതങ്ങനെയല്ലേ ശരി, പാവപ്പെട്ടവനെ തൃത്താലേന്ന് അപ്പം കൊണ്ടുപോകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു തലയ്ക്ക് വെളിവില്ലാത്ത കുറെ ആളുകൾ. ഇവരൊക്കെ ഈ ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്തതല്ലേ? ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തൊരു ഗോവിന്ദൻ പിന്നെ വേറെന്താ ചെയ്യുക?